നിൽക്കുന്ന നിലയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ബാങ്കിന് പിന്നിൽ ആളൊഴിഞ്ഞ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മുഖത്തും ശരീരത്തും പരിക്കുകളുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VR കാർത്തികാണ് ചേരുന്നത്. കാർത്തിക്, എന്താണ് സംഭവം? ഇതുവരെ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ. മരിച്ചത് ആരാണ് എന്ന് ഈ ഘട്ടം വരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ശ്രീകാര്യം മോട്ടോർ പ്ലാസയ്ക്ക് എതിർവശമുള്ള 3 നില കെട്ടിടത്തിൽ ആ കെട്ടിടത്തിന്റെ ഒരു വശത്ത് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ ഒരാളിനെ കണ്ടെത്തിയത്. മരണത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ അസ്വാഭാവികത തോന്നാൻ കാരണം ഈ അദ്ദേഹത്തിന്റെ തൂങ്ങി നിൽക്കുന്നതിന്റെ സമീപത്ത് തന്നെ നിരവധി ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അടക്കം പരിക്കുകളുണ്ട്. ഈ പരിക്കുകൾ ഉണ്ടായതോടുകൂടിയാണ് പരിക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് സംഭവത്തിൽ ഒരു ദുരൂഹത ഫീൽ ചെയ്തതും പോലീസിനെ വിവരം അറിയിച്ചതും. ഏതായാലും പോലീസും ഡോഗ് സ്ക്വാഡും അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയാണ്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് സംഭവം. ഏതാണ്ട് 40 വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷന്റെ മൃതദേഹമാണ് ഇങ്ങനെ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടത്. ഈ കെട്ടിത്തൂങ്ങിയാൻ ഉപയോഗിച്ച കയറ്, അതോടൊപ്പം തന്നെ മൃതദേഹം തൂങ്ങി നിന്ന സ്ഥലം, സമീപത്തെ ചോരപ്പാടുകൾ, ഇതെല്ലാം തന്നെ നിരവധി ദുരൂഹതകൾ ഉണ്ടാക്കി. അതിന്റെ സംബന്ധിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. മറ്റൊന്ന്, ഈ മൃതദേഹത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്ത പാടുകൾ സഹിതമുണ്ട്. സ്വാഭാവികമായും പ്രദേശവാസികൾക്കടക്കം ചെറിയ ആശങ്കയുണ്ടായി. പ്രത്യേകിച്ച് കോവിഡിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ആശങ്ക. അങ്ങനെ ആദ്യഘട്ടത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതെങ്കിലും ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആരെങ്കിലും ഇത്തരത്തിൽ വെട്ടിച്ച് പുറത്തേക്ക് കടന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഏതായാലും ഈ ഘട്ടം വരെയും മരിച്ചതാരാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ അസ്വാഭാവികത തോന്നാൻ കാരണം ഇതൊരു 3 നില കെട്ടിടമാണ്. ഈ 3 നില കെട്ടിടത്തിന്റെ ഒരു വശത്ത്, മതിലിനോട് ചേർന്ന വശത്താണ്, വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്താണ് ഈ മൃതദേഹം തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. അവിടെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം കുറവാണ് എന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ തൂങ്ങാൻ ഉപയോഗിച്ച കയറിന് അദ്ദേഹത്തിന്റെ മൃതദേഹം കാണുമ്പോൾ ഏതാണ്ട് ഒരു മധ്യവയസ്കൻ, 40 വയസ്സോളം തോന്നിക്കുന്ന ഒരു മധ്യവയസ്കനാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് തൂങ്ങി നിൽക്കാൻ പാകത്തിനുള്ള ഒരു കയറുമല്ലത്. മറ്റാരെങ്കിലും അദ്ദേഹത്തെ അടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി ഇത്തരത്തിൽ തള്ളിയിട്ടതാണോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് പ്രദേശവാസികൾ അടക്കം ഉന്നയിക്കുന്നത്. ഏതായാലും ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി ഇപ്പോൾ വിശദമായ പരിശോധനകൾ നടത്തുകയാണ്. ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം സാധ്യമാവുകയുള്ളൂ. ഏതായാലും പ്രാഥമിക പരിശോധനയിൽ നിലവിലെ സാഹചര്യങ്ങൾ, ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഉണ്ടായ രക്തക്കറ, അതോടൊപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങൾ, അദ്ദേഹത്തെ വലിച്ചിഴച്ച തരത്തിലുള്ള പാടുകളുണ്ട്. ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് ഈ മൃതദേഹം കണ്ടത്. ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ നിരവധി നാട്ടുകാർ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോലീസിന്റെ വിശദമായ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നു. ആ പരിശോധനകൾ കേന്ദ്രീകരിക്കുന്നത് ഈ രക്തക്കറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണമാണ്. നേരത്തെ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ഇപ്പോഴും പോലീസിന്റെ പരിശോധനാ നടപടികൾ തുടരുകയാണ്. സമീപത്തൊരു വീടുണ്ട്. എന്നാൽ ആ വീട്ടിൽ കഴിഞ്ഞ ദിവസം ആളില്ലായിരുന്നു. അവരെ ഏതാണ്ട് നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവർ വീട്ടിലെത്തിച്ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നും പരസ്യമായി പ്രതികരിക്കാനില്ല എന്നുമാണ് അവർ പറയുന്നത്. ഏതായാലും അന്വേഷണം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് കാലത്തെ 8 മണിയോടുകൂടിയാണ് ICICI ബാങ്ക്, തിരുവനന്തപുരം ശ്രീകാര്യത്ത് മോട്ടോർ പ്ലാസയ്ക്ക് എതിർവശമുള്ള ICICI ബാങ്കിന്റെ 3 നില കെട്ടിടത്തിന് സമീപത്ത് അതിന്റെ പിന്നിലായി ഇത്തരത്തിൽ ഒരു മൃതദേഹം അസ്വാഭാവികമായ നിലയിൽ തൂങ്ങി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ICICI ബാങ്കിന്റെ മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്ന ബ്യൂട്ടി പാർലറിലെത്തിയ ജീവനക്കാരാണ് ഇത് ആദ്യം കണ്ടതും പോലീസിനെ വിവരം അറിയിച്ചതും. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തിയപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. ശരി, VR കാർത്തികാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലം കടയ്ക്കലിൽ പോലീസുകാരൻ മരിച്ചത് സ്പിരിറ്റ് കുടിച്ചതിനെ തുടർന്നാണെന്ന് റിപ്പോർട്ട്. സാനിറ്റൈസർ ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് വർക്കലയിലെ ആശുപത്രിയിൽ നിന്നുമാണ് സ്പിരിറ്റ് വാങ്ങിയത്. ആശുപത്രിയിൽ നിന്നും സ്പിരിറ്റ് വാങ്ങിയ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച അഖിലിന്റെ സുഹൃത്തുക്കളായ ഗിരീഷ്, ശിവപ്രിയൻ എന്നിവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി VS അനു ആണ് ചേരുന്നത്. അനു, സ്പിരിറ്റ് കുടിച്ചാണ് പോലീസുകാരൻ മരിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പോലീസുകാർ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ച്? ശ്രുതി, പോലീസുകാരൻ മരിക്കാനിടയായ സാഹചര്യം സ്പിരിറ്റ്, അതായത് വ്യാജമദ്യം കുടിച്ചിട്ടാണെന്ന് നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ മരിച്ച അഖിലിനോടൊപ്പം മദ്യപിച്ച വിഷ്ണു പോലീസിന് നൽകിയിരിക്കുന്നത്. വിഷ്ണുവാണ് ഈ വർക്കലയിലെ ഒരു ആശുപത്രിയിലെ ജീവനക്കാരിൽ നിന്നും സ്പിരിറ്റ് വാങ്ങിയത്. ഇത് മുറിവിൽ പുരട്ടാനും സാനിറ്റൈസർ ഉണ്ടാക്കാനും വേണ്ടി സ്പിരിറ്റ് വാങ്ങിയതെന്നാണ് വിഷ്ണു നൽകിയിരിക്കുന്ന മൊഴി. തുടർന്ന് ഇവർ വെള്ളിയാഴ്ച വൈകിട്ട് വിഷ്ണു ഈ അഖിലിന്റെ വീടിന്റെ അടുത്തുള്ള പാറക്കോറിൽ വെച്ച് മദ്യപിക്കുന്നു. പിറ്റേന്ന്, അതായത് ശനിയാഴ്ച പുലർച്ചെ മുതൽ തന്നെ
അഖിലിന് ഈ ദേഹാസ്വസ്ഥ്യം ഉണ്ടായിരുന്നു, എന്നാൽ അത് കാര്യമാക്കി എടുത്തില്ല. എന്നാൽ പിന്നീട് ഞായറാഴ്ച രാവിലെയോടുകൂടി അല്ലെങ്കിൽ ഇന്നലെ പുലർച്ചെയോടുകൂടി അഖിലിന് കൂടുതൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വെച്ചാണ് എത്തിക്കുന്നതിനിടയിലാണ് അഖിൽ മരിച്ചത്. മാത്രമല്ല അഖിലിനോടൊപ്പം ഉണ്ടായിരുന്ന ഗിരീഷ്, ശിവപ്രസാദ് എന്നിവർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. അവർ ഇരുവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. ഏതായാലും സ്പിരിറ്റ് മദ്യമാക്കി കഴിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കുടിക്കുന്നതിനിടെയാണ് ഇവർക്ക് ഈ വ്യാജമദ്യം കുടിക്കുന്നതിനിടെയാണ് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. കൊല്ലം കടക്കലിൽ പോലീസുകാരൻ മരിച്ചത് സ്പിരിറ്റ് കുടിച്ചതിനെ തുടർന്നാണെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നു. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാനിലെ 2 ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ കാണാനില്ല. ഇന്ന് രാവിലെ മുതലാണ് ഹൈക്കമ്മീഷനിലെ CISF ഉദ്യോഗസ്ഥരെ കാണാതായത്. ഇവരെ ISI തട്ടിക്കൊണ്ടുപോയതായാണ് റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങളുമായി ER രാകേഷ് ചേരുന്നു. രാകേഷ്, ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ 2 ജീവനക്കാരെയാണ് കാണാനില്ലാത്തത്. 3 മണിക്കൂറായി. ഇവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഒരു CISF ഡ്രൈവർ ഉൾപ്പെടെ 2 ഉദ്യോഗസ്ഥരാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോയത്. പക്ഷേ ഇവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയം പാകിസ്ഥാന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മാത്രവുമല്ല, ഉദ്യോഗസ്ഥരെ കണ്ടെത്താനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന ആവശ്യം പാകിസ്ഥാനെ ഔദ്യോഗികമായി തന്നെ ഇന്ത്യ അറിയിച്ചതായാണ് വിവരം. ഏതായാലും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരെ ISI തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകാം എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും രഹസ്യാന്വേഷണ വിഭാഗം അടക്കം വ്യക്തമാക്കുന്നത് ഇവരെ ISI പോയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഏതായാലും പാകിസ്ഥാനുമായി ഇന്ത്യ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. ഇവരെ എത്രയും വേഗം രക്ഷപ്പെടുത്താൻ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിട്ടുള്ളത്. അശ്വതി, ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റേത് തൂങ്ങി മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് പരിശോധനാ ഫലം കൂടി വന്ന ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കൂടുതൽ വിവരങ്ങളുമായി ഗ്രീഷ്മ S ചേരുന്നു. ഗ്രീഷ്മ, ബന്ധുക്കൾ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും സുശാന്ത് ആത്മഹത്യ ചെയ്യില്ല, സമഗ്രമായ അന്വേഷണം വേണമെന്ന്. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ തൂങ്ങി മരിച്ചതാണ് എന്ന നിലയിലുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ആത്മഹത്യയാണ് എന്ന പോലീസിന്റെ നിഗമനം ശരിവെക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇത് തൂങ്ങി മരണമാണ്, ശ്വാസം മുട്ടിയാണ് സുശാന്ത് മരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം തന്നെ കുടുംബം ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. സുശാന്തിന് മാനസിക സമ്മർദ്ദമോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ കൂടി സഹോദരിയോട് സംസാരിച്ചതാണ്. അദ്ദേഹം അതീവ സന്തോഷവാനായിരുന്നു. വിഷാദ രോഗത്തിന് ചികിത്സയിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും തങ്ങൾക്കറിയില്ല. ആത്മഹത്യാ കുറിപ്പ് പോലെ എന്തെങ്കിലും കണ്ടെത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട്, ആത്മഹത്യ ചെയ്യാൻ സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷിക്കണമെന്ന് അല്ലെങ്കിൽ കൊലപാതക സാധ്യത പരിശോധിക്കണമെന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. കോവിഡ് പരിശോധനാ ഫലം പുറത്തു വരാനുണ്ട്. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് തന്നെ മുംബൈയിൽ സംസ്കാരവും നടക്കും. ശരി, ഗ്രീഷ്മ S നായരാണ് വിവരങ്ങൾ നൽകിയത്. KSRTC കണ്ണൂർ ഡിപ്പോയിലെ 40 ജീവനക്കാരോട് ക്വാറന്റീനിൽ പോകാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ശനിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ച ഡിപ്പോയിലെ ഡ്രൈവർ ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമമുറി ഉപയോഗിച്ചിരുന്നു. കണ്ണൂരിൽ നിന്നും മനു ഭരത്താണ് ചേരുന്നത്. മനു, ഡിപ്പോ അടച്ച നിലയിലാണോ ഇപ്പോൾ? ജീവനക്കാരെല്ലാം ക്വാറന്റീനിലേക്ക് പോയോ? ഡിപ്പോയുടെ പ്രവർത്തനം ബാധിക്കില്ല എന്നാണ് KSRTC നൽകുന്ന വിശദീകരണം. അതേസമയം 2 വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 40 പേരാണ് ക്വാറന്റീനിലേക്ക് പോയത്. അവിടെ ഇപ്പോൾ അണുനശീകരണ പ്രവർത്തനങ്ങളും മറ്റും നടന്നു വരികയാണ്. ഡിപ്പോവും ബസ്സും പൂർണ്ണമായും അണുവിമുക്തമാക്കി നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി. അതേസമയം കണ്ണൂരിൽ ഈ തില്ലങ്കരി മുഴക്കുന്ന വാർഡുകൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. ഇവിടെ ഈ KSRTC ഡ്രൈവർ ഈ മുഴക്കുന്ന് സ്വദേശിയാണ്. ഇദ്ദേഹം കജാക്കിസ്ഥാനിൽ നിന്ന് വന്ന വിമാനത്തിലെ ആളുകളെ കൊണ്ട് ക്വാറന്റൈൻ സെന്ററിൽ എത്തിക്കുക എന്ന ദൗത്യം ആണ് ഏറ്റെടുത്തിരുന്നത്. അതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് കോവിഡ് ബാധ ഉണ്ടായത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് സ്ഥിരീകരിച്ച ഡ്രൈവർ KSRTC ഡിപ്പോയിലെ വിശ്രമമുറി ഉപയോഗിച്ചതിനെ തുടർന്ന്
അവിടുത്തെ ജീവനക്കാരെല്ലാം ക്വാറന്റൈനിലേക്ക് പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അണുവിമുക്തമാക്കുന്ന പരിപാടികൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറം എടയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടച്ചു. അടുത്ത 3 ദിവസം ഓഫീസ് അടച്ചിടുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവ് മാസ്റ്റർ അറിയിച്ചു. ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റിനാണ് കഴിഞ്ഞ ദിവസം സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലെ 10 ജീവനക്കാർ ഉൾപ്പെടെ 30-ലധികം പേർ ഹോം ക്വാറന്റൈനിൽ പ്രവേശിച്ചു. 3 ദിവസത്തെ അടച്ചിടലിന് ശേഷം 4ാം ദിവസം അണുനശീകരണം നടത്തും. പാലക്കാട് കോവിഡ് നിരീക്ഷണത്തിലുണ്ടായിരുന്നയാൾ ആശുപത്രിയിൽ നിന്ന് കടന്നുകളഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന കൊച്ചി കടവന്ത്ര സ്വദേശിയാണ് നിരീക്ഷണത്തിൽ തുടരാതെ ആശുപത്രിയിൽ നിന്നും കടന്നുകളഞ്ഞത്. 3 ദിവസം മുൻപാണ് രോഗലക്ഷണങ്ങളോടെ ഇയാളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പഴനിയിൽ നിന്നെത്തിയ ഇയാൾ കാര്യമായ വിവരങ്ങളൊന്നും ആശുപത്രി അധികൃതർക്ക് നൽകിയിരുന്നില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നിരീക്ഷണ വാർഡിലെ പരിശോധനയ്ക്ക് ജീവനക്കാരുണ്ടായിരുന്നിട്ടും ഇയാൾ എങ്ങനെ കടന്നുകളഞ്ഞെന്ന് വ്യക്തമല്ല. ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച ഇതര സംസ്ഥാന ലോറി ഡ്രൈവർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മുങ്ങിയിരുന്നു. ക്വാറന്റൈൻ നിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി സംസ്ഥാന സർക്കാർ. ഔദ്യോഗിക ആവശ്യത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ക്വാറന്റൈൻ വേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനം. വി അരുണാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്തൊക്കെ ഇളവുകളാണ് വരുത്തിയിരിക്കുന്നത്? ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് ക്വാറന്റൈൻ നിർബന്ധമായിരുന്നു. 7 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമായിരുന്നു. അത് ഒഴിവാക്കിയാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾക്ക് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് നേരത്തെ നിരവധി പേർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു. പലതവണ സർക്കാർ ഇത് ക്വാറന്റൈൻ ആവശ്യമില്ല, ഇളവുകൾ നൽകുമെന്ന് പറഞ്ഞെങ്കിലും അത് ഒരു ഔദ്യോഗിക ഉത്തരവായി പുറത്തിറങ്ങിയില്ല. ആ ഉത്തരവാണ് ഇന്നലെ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ക്വാറന്റൈൻ നിർദ്ദേശങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇളവ് വരുത്തിയിരിക്കുന്നു. വി അരുണാണ് ആ വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് 11,500-ലധികം പേർക്ക് കൂടി കോവിഡ്. മരണം 9,500 കടന്നു. നവംബർ മാസത്തോടെ കോവിഡ് ബാധിതരുടെ എണ്ണം പാരമ്യത്തിലെത്തുമെന്ന് ICMR വ്യക്തമാക്കി. ചെന്നൈ നഗരം പൂർണ്ണമായും അടച്ചിടുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. രാജ്യത്ത് കോവിഡ് ബാധ 6 മാസമെങ്കിലും തുടരുമെന്ന ICMRന്റെ വിലയിരുത്തൽ ശരിവെക്കുന്ന വിധത്തിലാണ് കോവിഡ് രോഗികളുടെ എണ്ണത്തിലെ വർധന. 11,502 പേർക്കാണ് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 3,32,424 മഹാരാഷ്ട്രയിൽ മാത്രം 3,390 പേർ പുതിയതായി രോഗബാധിതരായി. ഡൽഹിയിൽ 2,224 പേർക്കാണ് രോഗം ബാധിച്ചത്. 24 മണിക്കൂറിനിടെ 325 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 9,520. മഹാരാഷ്ട്രയിൽ 120 പേരും ഡൽഹിയിൽ 56 പേരും മരിച്ചു. തമിഴ്നാട്ടിൽ 38 പേർക്ക് 24 മണിക്കൂറിനിടെ ജീവൻ നഷ്ടമായി. ചെന്നൈ നഗരം പൂർണ്ണമായും അടച്ചിടണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ അധ്യക്ഷതയിൽ രാവിലെ വിദഗ്ധ സമിതി യോഗം ചേർന്നു. സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതരുടെ 72% ചെന്നൈ നഗരത്തിലാണ്. വൈകിട്ട് ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ചെന്നൈ അടച്ചിടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരിൽ 60% മഹാരാഷ്ട്ര, ഡൽഹി, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 80 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. 4,35,000-ലേറെ പേർ ഇതുവരെ മരിച്ചു. 8 ദിവസത്തിനകമാണ് ലോകത്ത് 10 ലക്ഷത്തിനടുത്ത പുതിയ രോഗികൾ ഉണ്ടാകുന്നത്. ചൈനയിൽ തുടർച്ചയായ 5ാം ദിവസവും പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 50 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ബീജിംഗിലെ മാർക്കറ്റ് പരിസരത്ത് ഏർപ്പെടുത്തിയ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നീട്ടി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസും വിവാഹിതരായി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലായിരുന്നു ചടങ്ങുകൾ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി അരുൺ ചേരുന്നു. അരുൺ, എപ്പോഴായിരുന്നു വിവാഹം ചടങ്ങ് നടന്നത്? ആരൊക്കെയാണ് പങ്കെടുത്തത്? 10:00-ായിരുന്നു മുഹമ്മദ് റിയാസിന്റെയും വീണയുടെയും വിവാഹം. ക്ലിഫ് ഹൌസിൽ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചും ലളിതമായ രീതിയിലുമായിരുന്നു വിവാഹ ചടങ്ങുകൾ. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം
രജിസ്റ്റർ ചെയ്തു. രജിസ്ട്രാർ നേരിട്ടെത്തിയാണ് രജിസ്റ്റർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. അതിനുശേഷം ഇരുവരും മരണമാര്യം ചാർത്തി. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിന്റെ വൃദ്ധരായ മാതാപിതാക്കൾ ചടങ്ങിനെത്തിയില്ല. ഇരുവരുടെയും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. വ്യവസായ മന്ത്രി ഇ.പി. ജയരാജനും CPM സംസ്ഥാന സമിതി അംഗം കോഴിക്കോട് കൃഷ്ണനാരും മാത്രമായിരുന്നു ചടങ്ങിലെ CPM നേതൃ സാന്നിധ്യം. അതിനുശേഷം ഇപ്പോൾ മന്ത്രിമാർ, പ്രമുഖ നേതാക്കളൊക്കെ വിവാഹ സത്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. 12:50 സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുവരെയും ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. എത്ര അദ്ദേഹം എത്തിച്ചേരും. മറ്റു നേതാക്കൾക്കും വിവാഹ സത്കാര ചടങ്ങുകളിലും 50-ൽ താഴെ ആളുകൾ മാത്രമേ പങ്കെടുക്കുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും 10 മണിയോടുകൂടിയായിരുന്നു DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രി മകൾ വീണയുടെയും വിവാഹം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് സിനിമാ ചിത്രീകരണം പുനരാരംഭിച്ചു. കർശന കോവിഡ് മാനദണ്ഡങ്ങളോടെയാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. മുടങ്ങിക്കിടന്ന 10-ലധികം സിനിമകളുടെ ഇൻഡോർ ഷൂട്ടിംഗാണ് കൊച്ചിയിൽ തുടങ്ങിയത്. വിനീത വിജിയുടെ റിപ്പോർട്ട്. കോവിഡിനെയും അതോടൊപ്പം തന്നെ ലോക്ക്ഡൌണിനെയും ഒക്കെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന സുനാമി എന്ന ചിത്രത്തിന്റെ ഇപ്പോൾ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളത്. എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ 50 പേരിൽ കൂടുതൽ ഉൾപ്പെടുത്താതെ അതോടൊപ്പം തന്നെ മാസ്ക് ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് അത്തരത്തിൽ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു ചിത്രീകരണം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ ഇത് തൃശ്ശൂരും മറ്റുമായിരുന്നു ഇതിന്റെ ചിത്രത്തിന്റെ മറ്റ് ഭാഗങ്ങളെല്ലാം തന്നെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് പിന്നീട് ഈ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെക്കുകയായിരുന്നു. ഇപ്പോൾ ലാലുണ്ട്, അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം അത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയും. സർ, എങ്ങനെയായിരുന്നു ആദ്യം നിർത്തിവെച്ചിട്ട് മാസ്ക് നിർത്തിവെച്ചിട്ട് ഇപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്? ഞാൻ മാർച്ച് 19-നല്ല, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 10-ാം തീയതി അല്ലേ, 10-ാം തീയതി തന്നെ ഷൂട്ട് നിർത്തി. കാരണം ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ ഇതിനകത്തൊരു, കാരണം ഇത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ശരിക്കും സാമ്പത്തികമായിട്ട് എനിക്ക് ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് രണ്ടാമത് തുടങ്ങാന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം വരുന്ന കാര്യം. അപ്പോൾ അത് രണ്ടാമത് തുടങ്ങാൻ തീരുമാനിച്ചത് പല ആർട്ടിസ്റ്റുകൾക്കും കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. താടികൾ ഒറ്റ മിനിറ്റ് എടുത്തോളൂ. മുകേഷിന് മീശ പഠിച്ചിട്ടൊക്കെയാണ് മുകേഷ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ കണ്ടിന്യൂറ്റികളുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഒരുപാട് കാര്യങ്ങളുണ്ട്. 120 പേരോളം ഉണ്ടായിരുന്ന യൂണിറ്റ് ഇപ്പോൾ പെട്ടെന്ന് 50-ൽ താഴെയായിട്ട് കുറഞ്ഞു. പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ട് വലിയ സ്പിരിറ്റോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് ഗൈഡ് ലൈൻസും ഫോളോ ചെയ്താണ് ഇവിടുത്തെ ഷൂട്ട് നടക്കുന്നത്. 135 പേരുണ്ടായിരുന്ന ഒരു ക്രൂ ആയിരുന്നു നമ്മൾ ഷൂട്ട് നിർത്തുമ്പോൾ. 50 താഴെയിലോട്ട് കുറയുമ്പം ഒരു ആൾക്ക് 3 പേരുടെ അല്ലെങ്കിൽ 4 പേരുടെ ജോലിയിലോട്ട് മാറുകയാണ്. നമുക്ക് വേറെ ജോലികൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപാട് ജോലികൾ എല്ലാവരും എക്സ്ട്രാ എടുക്കണം. പിന്നെ നമ്മളിവിടെ ഈ 50 പേര് താഴെയുള്ള വ്യക്തികൾ നമ്മൾ പുറം ലോകമായിട്ട് ഇനിയുള്ള ഒരു 10-14 ദിവസം നമ്മൾ ഒരു ബന്ധം ഉണ്ടാവില്ല. അതിൻ്റെ ഫുഡൊക്കെ ആണെങ്കിൽ അതിനുള്ള പ്രോപ്പർ ചാനലിലൂടെയാണ് വരാൻ പോണത്. എന്തായാലും ഇത്രയും നേരം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ട്. ഗവൺമെൻറ് പറഞ്ഞ മാസ്ക് ഉണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ട്. പറ്റാവുന്ന രീതിയിലെല്ലാം എല്ലാവരും സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ നോക്കുന്നു. എല്ലാം ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാം പെട്ടെന്ന് മാറട്ടെ, ശരിയാവട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മൾ ബേസിക്കലി സിനിമകൾക്ക് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ എന്ത് തടസ്സം ഉണ്ടായാലും മുമ്പോട്ട് പോകുന്നതാണ്. സത്യത്തിൽ കൊറോണ മഴയേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു തടസ്സമല്ല. കാരണം നമുക്ക് വർക്ക് നടക്കുന്നുണ്ട്, നമുക്കിട്ട് അസൗകര്യങ്ങളുണ്ട്. പക്ഷെ അത് ചെയ്താലേ പറ്റൂ, എല്ലാവരും ചെയ്യാലേ. ഇത്തരത്തിൽ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ചിത്രീകരണം എല്ലാം പുനരാരംഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 12 ദിവസത്തിനുള്ളിൽ ഈ ചിത്രത്തിന്റെ ബാക്കി ചിത്രീകരണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. ഐഷുമ്മയുടെ കാരുണ്യം അടുത്തുള്ളവർ പോലും അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ പറയുന്നത്, മനുഷ്യരെ പോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമി അവകാശപ്പെട്ടതാണെന്ന് പൂച്ചയുമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളാണ് ചോദിച്ച് മേടിച്ചു, അതിന് പണ്ട് അറിയാവാ. നമ്മളെ കാണുമ്പോൾ ഓടി വരുമ്പോൾ ഒരു മീനിട്ട് കൊടുക്കും. മനുഷ്യന്റെ നേർക്കാഴ്ച. കേരള സർക്കാർ ആഗ്രഹിക്കുന്നത് പ്രവാസികൾ കേരളത്തിലേക്ക് വരരുതെന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താളം തെറ്റി. കേരളത്തിലെ ഒരു കോവിഡ് ആശുപത്രിയിലും സൗകര്യമില്ല. അടിസ്ഥാന സൗകര്യമില്ലാതെ തിരുവനന്തപുരം തേരൂർക്കട ആശുപത്രി സമ്പൂർണ്ണ കോവിഡ് ആശുപത്രിയാക്കുന്നതിനെതിരെ
UDF നടത്തിയ പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ചുരുക്കത്തിൽ കേരളത്തിന്റെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഒരു പ്രവാസിയും നാട്ടിലേക്ക് തിരിച്ചു വരരുത്. പ്രവാസികൾ അവിടെ കിടന്ന് മരിക്കട്ടെ, കേരളത്തിലേക്ക് വരരുതെന്ന് പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരം? നിങ്ങൾ ആലോചിച്ചു നോക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് സംഘടനകളുമായി നീക്കുപോക്കാകാമെന്ന മുസ്ലിം ലീഗ് സർക്കുലർ. ആവശ്യമായ ഇടങ്ങളിൽ പൊതു സ്വതന്ത്രരും ജനകീയ മുന്നണിയും ആവാം. 3 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകരുതെന്നും യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാതിനിധ്യം നൽകണമെന്നും സർക്കുലറിൽ പറയുന്നു. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ട്രിക്റ്റ് UDF എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ UDFന് പുറത്തുള്ള സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ അതുപോലുള്ള ബാക്കിയുള്ളവർ ഒക്കെ ആയിട്ട് സഹകരിക്കുന്ന ചുറ്റുപാട് ചിലപ്പോൾ വന്നേക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇടവേള. ട്രയൽ ക്ലാസുകളുടെ 2 ആഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ടെലിവിഷൻ വഴിയുള്ള പഠനത്തിന് തുടക്കമായി. 1 മുതൽ 10 വരെ ക്ലാസുകൾക്ക് പുറമെ 12ാം ക്ലാസ്സിനുമാണ് ഇപ്പോൾ പഠനം. വിക്ടേഴ്സ് ചാനൽ വഴിയാണ് ക്ലാസുകൾ. ചെറിയ പാവക്കുട്ടി ആരാ? ചിന്നു. മിന്നു വലിയ പാവക്കുട്ടി, ചിന്നു ചെറിയ പാവക്കുട്ടി. ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും പഠനത്തിന് സൗകര്യം ഒരുക്കിയെന്ന ആത്മവിശ്വാസത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. എന്നാൽ പഠന സൗകര്യം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇനിയും ഉണ്ടെന്നാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ആദ്യം മലപ്പുറത്ത് നിന്നും CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്വാഗതമാടിലെ ഒരു അംഗൻവാടിയിലാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് സൗകര്യം ഒരുക്കിയിരുന്നത്. അവിടെ പ്രത്യേക മുറിയിൽ TV സജ്ജമാക്കി കുട്ടികൾക്ക് സുരക്ഷിതമായ അകലത്തിൽ ഇരുന്ന് അധ്യയനം നടത്താനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കിയിരുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. നമുക്ക് അവരോട് ചോദിക്കാം. മക്കളെ അപ്പോൾ വീട്ടിൽ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിട്ടിയത് ഉപകാരപ്പെട്ടോ? ഇതിന്റെ 2 ആഴ്ച മുമ്പ് ട്രയൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നോ? കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്തു. ഇവിടെ അടുത്ത വീടുകളിലൊക്കെ പോയിരുന്നു? അടുത്ത വീട്ടിൽ പോയിട്ട് കണ്ടു. ഇപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റുമ്പോൾ തോന്നുന്നു? സന്തോഷമുണ്ട്. കുഴപ്പമില്ല, നല്ല ക്ലാസ്സാണ്. വീട്ടിൽ റേഞ്ച് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇതിന് വരേണ്ടി വന്നത്. വീട്ടിൽ റേഞ്ചിന്റെ പ്രശ്നമുണ്ടല്ലേ? ഇപ്പോ ഇങ്ങനെ പഠിക്കുന്നതാണോ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നതാണോ? ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യമായിട്ട് തോന്നുന്നത്? ഇങ്ങനെ പഠിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഇങ്ങനെ ക്ലാസ് ഒരുക്കിന് നല്ല സന്തോഷമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതാവും നല്ലതല്ലേ? കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലാസ് തന്നെയായിരുന്നു കിട്ടിയത്. അതിൽ സംശയമൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങൾ ചിലപ്പോൾ ടീച്ചറിനെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇന്നിപ്പോൾ പഠിപ്പിച്ച സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചറോട് വിളിച്ച് ചോദിക്കും അല്ലേ? ശരിക്കും ഇപ്പോൾ ഈ ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഇപ്പോൾ എന്നാണ് സ്കൂൾ തുറക്കാമെന്ന് അറിയില്ല, ഇതേ രീതിയിൽ പോകേണ്ടി വരുന്ന പറയണത്. എന്താ തോന്നുന്നത്? ഇങ്ങനെ അംഗൻവാടിയിൽ വെച്ചുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടികളൊക്കെ സംശയങ്ങൾ തീർക്കാനുള്ള സൗകര്യം എന്താ? സൗകര്യം ഈ ടീച്ചേഴ്സ് ഇവരുമായിട്ട് ഓൺലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ സൗകര്യം ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് അവർ ഫ്രണ്ട്സ് അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് ഒരു ക്രമീകരണം വരുത്താനാണ് ഇപ്പം നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത സാധനവുമായിട്ട് ടീച്ചേഴ്സ് ലാപ്ടോപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഏരിയയിലേക്ക് ടീച്ചേഴ്സ് പോകാനുള്ള ഒരു ക്രമീകരണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു വിദ്യാർത്ഥിക്ക് പോലും ഈ പഠന സൗകര്യം നഷ്ടമാകുന്നില്ല, എല്ലാവർക്കും അത് ലഭ്യമാകുന്നെന്ന് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിന് അനുകൂലമായിട്ട് സഹായകമായിട്ട് തദ്ദേശ ഭരണ പ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ അംഗൻവാടിയിൽ ഈ ഓൺലൈൻ പഠനമുറി ക്ലാസ് മുറി സജ്ജമായിരിക്കുന്നത്. അതിന്റെ ഗുണം എത്രമാത്രം ഉണ്ട് എന്ന് കുട്ടികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയിൽ നിരവധി സ്ഥലത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇതുപോലെയുള്ള അംഗൻവാടികളും ഒറ്റമുറി ക്ലാസ് മുറികളൊക്കെ ആയി മാറിയിട്ടുണ്ട്. എന്നാണെങ്കിലും ഇതാണ് മലപ്പുറത്തെ സ്വാഗതമാടിൽ നിന്നുള്ള ഈ വിവരങ്ങൾ. അട്ടപ്പാടിയിലെ ഊരുകളിൽ സാമൂഹിക പഠന മുറികളിലും പൊതു കേന്ദ്രങ്ങളിലുമാണ് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ സോളാർ ഉപയോഗിച്ചാണ് TV കാണാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. എങ്ങനെ മറികടക്കാം എന്നതിന്റെ ഉദാഹരണമാണ് അട്ടപ്പാടിയിലെ ഓൺലൈൻ ക്ലാസുകൾ. നമുക്ക് കാണാം, ഞാനിപ്പോൾ നിൽക്കുന്നത് താവളത്തെ വീട്ടിയൂർ ആദിവാസി ഊരിലാണ്. ഇവിടെ സാമൂഹ്യ പഠനമുറിയിലാണ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സാമൂഹ്യ പഠനമുറി എന്ന് പറയുന്നത് അതാത് ഊരുകളിൽ ഒരു കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്ററുകൾ ഉണ്ടാകും. അവിടെ തന്നെയാണ് ഇത്തരത്തിലുള്ള പഠനമുറി ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ
ഒരു ചെറിയ ഒരു ക്ലാസ് മുറി പോലെ തന്നെ ഉള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ബെഞ്ചും ഡെസ്കും അതോടൊപ്പം തന്നെ TV കാണുന്നതിനുള്ള TV ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഈ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുള്ള ടീച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതാത് ക്ലാസ്സുകളിൽ ഈ കുട്ടികൾ വിവിധ വീടുകളിലുള്ള കുട്ടികളെല്ലാം തന്നെ ഇവിടെ വന്ന് പഠിക്കും. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് TV ഉള്ള കുട്ടികളും വീട്ടിൽ TV ഉള്ള കുട്ടികളും അതോടൊപ്പം തന്നെ TV ഇല്ലാത്ത കുട്ടികളും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു ഗുണം ഈ TV ഇല്ലാത്ത കുട്ടികൾ ഒരിക്കലും ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഒരു അപകർഷതാബോധമോ ഇല്ലാത്ത രീതിയിൽ തന്നെ ഇതിനെ ക്രമീകരിച്ചിരിക്കുക എന്നുള്ളത് തീർച്ചയായും വലിയ അഭിനന്ദനാർഹമായ കാര്യമാണ്. നമുക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഓരോ സമയത്താണോ ക്ലാസ്സുകൾ വന്നിട്ടുള്ളത്? ഓരോ സമയത്താണ്, ടൈം ടേബിൾ പ്രകാരമാണ് ക്ലാസ് എടുക്കുന്നത്. ഒന്നാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകൾക്കാണ് എടുക്കുന്നത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ. അതാത് സമയങ്ങളിൽ കുട്ടികൾ ഈ ഊരിലെ കുട്ടികൾ മാത്രമാണോ ഉള്ളത് ഇവിടെ? ഈ ഊരിലല്ല, പുറത്ത് കുറച്ച് അകലെയുള്ള വീട്ടിലത്തെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർ CBSE ആണ്. അപ്പോൾ അവർ എൻ്റെ ഫോണിലേക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. നമുക്കിപ്പം ഇവിടുത്തെ ഒരു പുതൂർ പഞ്ചായത്തിലെ ഒരു കോർഡിനേറ്റർ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും കുട്ടികൾക്ക് മുഴുവൻ ആദിവാസി ഊരിലുള്ള മുഴുവൻ കുട്ടികൾക്കുള്ള ക്ലാസ് കാണാനുള്ള ക്രമീകരണം പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് ഒരു അവസ്ഥ? പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സാമൂഹ്യ പഠനമുറികളിൽ 19 സാമൂഹ്യ പഠനമുറികളിലായിട്ട് കുട്ടികൾക്ക് TV, DTH സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇതാണ്, അതായത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്കിവിടെ കുറച്ച് കുട്ടികളെ കാണാം. ഈ കുട്ടികൾ എന്ന് പറയുന്നത് വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരെല്ലാം അതാത് അവരുടെ ക്ലാസിന്റെ സമയമാകുമ്പോൾ ഇതിനകത്ത് കയറിയിരുന്ന് പഠിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇത് ഈ ക്ലാസ്സിൽ അതാത് സമയത്ത് വരുന്നു, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പറ്റുന്നുണ്ട്. പ്രയോജനമാണോ? അതെ. ഇപ്പം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചോദിക്കും, ടീച്ചറോട് ചോദിക്കും. പഠിക്കുന്ന കുട്ടികളാ? എത്രയിലാ പഠിക്കുന്നത്? +2. രാവിലെ ക്ലാസ് കണ്ടിരുന്നോ? കണ്ടിരുന്നു. നിങ്ങൾക്ക് ശരിക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഇത് ഇപ്പൊ നമ്മൾ കണ്ടത് വീട്ടിയൂരിലെ കാഴ്ചയാണ്. എന്നാൽ അട്ടപ്പാടിയിലെ മുഴുവൻ ഊരുകളിലും ഇങ്ങനെ ഒരു ക്രമീകരണം ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇല്ലാത്ത ഊരുകളിൽ, അതായത് ST പ്രൊമോട്ടർമാരുടെ വീടുകളുണ്ടെങ്കിൽ അവിടെ TV ക്രമീകരിക്കുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് അവിടെ ആ മൂപ്പന്മാരുടെ വീടോ അല്ലെങ്കിൽ എവിടെയാണോ ഒരു TV വെക്കാൻ കഴിയുന്ന സ്ഥലം അവിടെ വന്ന് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാമൂഹ്യ പഠനമുറികളുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നു. ഇപ്പോൾ അട്ടപ്പാടിയിലെ തുടുക്കി, ഗലസി പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ സോളാർ ഉപയോഗിച്ചിട്ടാണ്, അവിടേക്ക് വൈദ്യുതി എത്തില്ല, അപ്പോൾ സോളാർ ഉപയോഗിച്ചിട്ടാണ് അവിടെ TV സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവരുടെ വീടുകളിൽ ST പ്രൊമോട്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിൽ ഈ ക്രമീകരണം ഒരുക്കുന്നു എന്നുള്ളതാണ്. വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ പഠനം മുടങ്ങിയ കോഴിക്കോട് കാരശ്ശേരി നാഗേരിക്കുന്നിലെ വിദ്യാർത്ഥികൾക്ക് തുണയായി ന്യൂസ് 18 വാർത്ത. വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചു. മുഹമ്മദ് ഷഹീദിന്റെ റിപ്പോർട്ട്. ഓൺലൈൻ പഠനത്തിന്റെ ട്രയൽ റൺ കഴിഞ്ഞ് ഇന്ന് റിയൽ റണ്ണിലേക്ക് നടക്കുന്ന സമയത്തും കാരശ്ശേരി നാഗേരിക്കുന്നിൽ സൗകര്യങ്ങളൊന്നുമില്ലാതെ, വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാതെ ഒരു കുടുംബം കഴിയുന്ന കാര്യം, നാഗേരിക്കുന്ന് പ്രമോദും 2 കുട്ടികളും 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ 2 കുട്ടികളും കഴിയുന്ന കാര്യം നമ്മൾ 8 മണിക്ക് വാർത്ത ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ നമ്മൾ വാർത്ത ചെയ്ത് തൊട്ടു പിന്നാലെ തന്നെ വിവിധ സംഘടനകൾ ഇവർക്ക് സഹായവുമായി എത്തി. 15 വർഷമായി ഇവർ ഈ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ഇവർക്ക് സ്മാർട്ട് ഫോണോ ടെലിവിഷൻ സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. തൊട്ടടുത്ത ബന്ധു വീട്ടിൽ പോയായിരുന്നു പഠനം നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ വലിയ പ്രയാസങ്ങളും ഈ പ്രജും ഒക്കെ 2 പേര് ഇരട്ട സഹോദരങ്ങളാണ് ഇവർ നമ്മോട് പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ടെലിവിഷനും ഫോണൊക്കെ തരാൻ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? സന്തോഷമായോ? ഇനി വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും. കറണ്ട് എത്താൻ പോവാണ്, വീട്ടിൽ വൈദ്യുതിയും വെളിച്ചൊക്കെ വരാൻ പോവാണ്. സന്തോഷമുണ്ട്. ആ തരത്തിൽ സന്തോഷം പങ്കുവെക്കുകയാണ്. അത് മാത്രമല്ല, മറ്റ് സഹായം ഇവരുടെ വീട്ടിലേക്ക് ആവശ്യമായ മറ്റ് ചില പഠന സൗകര്യവും മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെ സഹായവും പല സംഘടനകളും വാഗ്ദാനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം എന്ത് തോന്നുന്നു ഈ സമയത്ത്? വളരെ സന്തോഷം. ചിലെന്താ പറയേണ്ടത് അറിയാമെങ്കിൽ അത്ര സന്തോഷമുണ്ട്. ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും കാരശ്ശേരി വെൽഫെയർ പാർട്ടിയും ഓൾക്ക് പ്രത്യേക ഇതുണ്ട്. കറണ്ടാണ് മെയിൻ. അവിടെ ഓലോട് പ്രത്യേക ഇത് പറഞ്ഞു. 15 വർഷം ഈ കറണ്ടില്ലാതെ കഴിയേണ്ടി വന്നൊരു സാഹചര്യം. സന്തോഷം പറഞ്ഞറിയിക്കാൻ അയ്യാത്തല്ല. ഓൾക്ക് അതേ പ്രത്യേക നന്ദി. ഇനിയിപ്പം വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ട്. ബാക്കി ഞാൻ ഒരു സ്വപ്നമായിട്ട് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. ഏതായാലും ഇനിയും അത്തരം ആളുകൾ, സുമനസ്സുകൾ ഇനിയും സഹായമായി വരും. സന്തോഷത്തിന്റെ കണ്ണീരാണ് പ്രമോദിന്റെ കണ്ണിൽ നിന്ന് ഇപ്പോൾ വന്നത്.
അതിൽ ന്യൂസ് 18 വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഇത്തരം ഒരു സന്തോഷം ഇവരുടെ കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിനൂടെ തന്നെ വീട്ടിൽ 15 വർഷമായി വൈദ്യുതി ഇല്ലാതെ വെളിച്ചമില്ലാതെ കഴിഞ്ഞ് വീട്ടിലേക്ക് വെളിച്ചമെത്തുന്ന ഒരു സംവിധാനം ഒരുങ്ങിയിരിക്കുകയാണ്. വിവിധ സംഘടനകൾ സഹായമായി വന്നു. അതിന്റെ ആഹ്ലാദമാണ്, സന്തോഷമാണ് പ്രമോദ് നമ്മോട് പങ്കുവച്ചത്. നിരവധി ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത, മാധ്യമ ശ്രദ്ധയിൽ പോലും പെടാത്ത ഇത്തരം കുടുംബങ്ങളും കുട്ടികളുമൊക്കെ ഓൺലൈൻ പഠനവും സൗകര്യവും ലഭിക്കാത്ത സാഹചര്യത്തിൽ കഴിയുന്നുണ്ടാകും. അവരുടെ അടുത്തേക്ക് കൂടി സർക്കാർ സംവിധാനങ്ങളുടെയും സംഘടനകളുടെയും കണ്ണെത്തേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ നമുക്കും അത്തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. അധിക വൈദ്യുതി ബില്ലിൽ ഹൈക്കോടതി KSEBയോട് റിപ്പോർട്ട് തേടി. ബിൽ തയ്യാറാക്കിയതിലെ അശാസ്ത്രീയത ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് നടപടി. CN പ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രകാശ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശാസ്ത്രീയമായി ബില്ല് തയ്യാറാക്കി അധികമായി KSEB ഉപഭോക്താക്കളിൽ നിന്നും തുക ഈടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മൂവാറ്റുപുഴ സ്വദേശി നൽകിയിട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഈ ഹർജിയിന്മേലാണ് ഹൈക്കോടതി KSEBയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് ഈ ബില്ല് തയ്യാറാക്കിയത് ശാസ്ത്രീയമായിട്ടല്ല എന്നാണ് പ്രധാനമായും ആരോപണം. ഒപ്പം തന്നെ ജനങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമുള്ള വൈദ്യുതി ചാർജാണ് ഈടാക്കിയിട്ടുള്ളത്. മുൻ മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവണം. ഒപ്പം തന്നെ അധിക ബില്ല് ഈടാക്കുന്ന ചൂഷണം അവസാനിപ്പിക്കാൻ KSEB ചൂഷണം അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും ഈ ഹർജിയിലുള്ളത്. നേരത്തെ തന്നെ ലോക്ഡൌൺ കാലത്തെ വൈദ്യുതി ബില്ലുകൾക്ക് മൊറട്ടോറിയം ആവശ്യപ്പെട്ട് ആലുവ സ്വദേശിയുടെ ഒരു ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഇക്കാര്യത്തിലും വൈദ്യുതി ബോർഡിനോട് ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധിക വൈദ്യുതി ബില്ലിൽ ഹൈക്കോടതി KSEBയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായ 9ാം ദിവസവും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടി. പെട്രോളിന് 48 പൈസയും ഡീസലിന് 57 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 77 രൂപ 98 പൈസയും ഡീസലിന് 72 രൂപ 12 പൈസയുമായി. 9 ദിവസം കൊണ്ട് പെട്രോളിന് 5 രൂപ 1 പൈസയും ഡീസലിന് 4 രൂപ 95 പൈസയുമാണ് കൂട്ടിയത്. രാജ്യാന്തര വിപണിയിൽ വില താഴ്ന്നപ്പോൾ കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കുത്തനെ ഉയർത്തിയിരുന്നു. എന്നാൽ രാജ്യാന്തര വില ഉയർന്നപ്പോഴും നികുതി കുറയ്ക്കാത്തതാണ് വില വർധനയ്ക്ക് കാരണം. പെട്രോൾ ഡീസൽ വില കൂട്ടിയത് വിലക്കയറ്റത്തിന് വഴിയൊരുക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. രാജ്യാന്തര വില കുറയുമ്പോഴൊക്കെ നികുതി കൂട്ടി കേന്ദ്ര സർക്കാർ ജനങ്ങളെ പിഴിയുകയാണെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇന്ത്യ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ള പെട്രോൾ ഡീസൽ നികുതി ഒരു വർഷത്തിൽ കേന്ദ്ര സർക്കാരിന് 2.5 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനമുണ്ട്. ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന കേന്ദ്ര സർക്കാർ 1.5 ലക്ഷം കോടി രൂപയാണ് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് നൽകിയത്. എക്സൈസ് നികുതിയാണ് കൂട്ടുന്നതെങ്കിൽ അതിന് 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അതുകൊണ്ട് സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടിയെ വർദ്ധിപ്പിക്കത്തുള്ളൂ, സെസ്സെ വർദ്ധിപ്പിക്കത്തുള്ളൂ, റോഡ് സെസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നു. ഇത് തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള നയമാണ്. ഇതിന്റെ ഫലമായിട്ട് മാന്യത്തോടൊപ്പം വിലക്കയറ്റവും കൂടി ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം സംജാതമായി പോവുകയാണ്. പിണറായി വിജയന് സമനില തെറ്റിയ അവസ്ഥയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പ്രവാസികൾ വരണോ വേണ്ടയോ എന്ന് ആത്മാർത്ഥമായി മുഖ്യമന്ത്രി പറയണം. പ്രവാസികളെ തിരികെ എത്തിക്കാൻ ഒരു നടപടിയും കേന്ദ്രം ചെയ്യില്ലെന്ന് കരുതിയാണ് പ്രവാസികളെ തിരികെ എത്തിക്കണമെന്ന് ആദ്യം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പിണറായി വിജയൻ അങ്ങ് ആത്മാർത്ഥതയോടെ പറയണം, പ്രവാസികൾ വരണോ വേണ്ടയോ. നിലപാടെടുക്കാൻ ധൈര്യമുണ്ടോ? പ്രവാസികളെ ഒരു 5-6 മാസത്തേക്ക് വരണ്ട എന്നാണോ നിങ്ങളുടെ നിലപാട്? അത് പറയാൻ തയ്യാറാകാതെ പ്രവാസികളെ കബളിപ്പിക്കുന്ന നയം എന്നിട്ടിപ്പോ പറയാ പ്രധാനമന്ത്രി കത്തയച്ചിരിക്കുക, അങ്ങേര് പറയട്ടെ. ഇടവേള. കോവിഡ് പ്രതിരോധത്തിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ബ്രേക്ക് ദ ചെയിൻ. ആദ്യഘട്ടത്തിൽ ക്യാമ്പയിന് ലഭിച്ചത് വൻ സ്വീകാര്യത. ഇപ്പോൾ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന്റെ അവസ്ഥയെന്ത്? ന്യൂസ് 18 പരിശോധിക്കുന്നു. കോഴിക്കോട് പാളയം മാർക്കറ്റിലും മിഠായി തെരുവിലും കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ മറികടന്ന് ആൾക്കൂട്ടം. മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും നിരവധി ആളുകളെ കോഴിക്കോടൻ തെരുവുകളിൽ ഞങ്ങൾ കണ്ടു. കോവിഡ് കാലത്തെ ബ്രേക്ക് ദ ചെയിൻ ലംഘനത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. പാളയം പച്ചക്കറി മാർക്കറ്റാണിത്. കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ ഇവിടെ എത്തുന്ന ആളുകളും ഇവിടുത്തെ കച്ചവടക്കാരും എത്രത്തോളം പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം.
നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെത്തുന്ന ഇടമാണ് പാളയം മാർക്കറ്റ്. കച്ചവടക്കാരിലധികവും മാസ്ക് ധരിക്കാത്തവർ. ചിലർ മാസ്ക് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് കാണാം. അന്തർ സംസ്ഥാന ലോറികൾ ദിനവും ചരക്കുമായി എത്തുന്ന ഇടമാണിത്. കോവിഡ് പടരാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലം. സാമൂഹിക അകലം കാറ്റിൽ പറത്തുന്ന ആൾക്കൂട്ടത്തെയും ഞങ്ങൾ പലയിടത്തും കണ്ടു. കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ പാലിക്കാത്തവരുടെ നീണ്ട നിരയാണെങ്കും. തുടക്കത്തിലൊക്കെ ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ആളുകൾ പാലിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. ലോക്ക്ഡൗൺ ഇളവിന്റെ മറവിൽ വാഹനങ്ങളുമായി ജനം തെരുവിലിറങ്ങുമ്പോൾ ഭരണകൂട സംവിധാനങ്ങൾ നിഷ്ക്രിയം. സാമൂഹിക അകലം പാലിക്കാതെയും മാസ്ക് ധരിക്കാതെയുമെല്ലാം തെരുവിലുള്ളവർ ഒരു കാര്യം മറക്കരുത്: കോവിഡിന്റെ ഭീതി പൂർണ്ണമായി നീങ്ങിയിട്ടില്ല. ജാഗ്രത പുലർത്തേണ്ട സമയത്ത് അനാസ്ഥ വെടിയുക തന്നെ വേണം. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഐഷുമ്മയുടെ കാരുണ്യം അടുത്തുള്ളവർ പോലും അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ പറയുന്നത് മനുഷ്യരെ പോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമി അവകാശപ്പെട്ടതാണെന്ന് പൂച്ചയുമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളാണ് ചോദിച്ചു മേടിച്ചു അതിന് പണ്ട് അറിയാവാ. നമ്മളെ കാണുമ്പോൾ ഓടി വരുമ്പോൾ ഒരു മീനിട്ട് കൊടുക്കും. മനുഷ്യന്റെ നേർക്കാഴ്ച. തിരുവനന്തപുരത്ത് സഞ്ചാരികൾ അധികം എത്താത്ത ഒരു മനോഹര വെള്ളച്ചാട്ടമുണ്ട്. കോട്ടൂർ വനത്തിനുള്ളിലെ കാർലകോട് വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ കാണാം ഇനി. കോട്ടൂർ വാലിപ്പാറ കാർലോക്കോട് വെള്ളച്ചാട്ടം തേടിയുള്ള യാത്രയാണിത്. സാധാരണ വാഹനങ്ങളിൽ യാത്ര ദുഷ്കരമായതിനാൽ ഈ ഓഫ് റോഡ് വാഹനത്തിലാണ് നമ്മുടെ യാത്ര. കോട്ടൂരിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ യാത്ര. കാടിന്റെ മനോഹാരിതയും അരുവികളുടെ സൗന്ദര്യവുമാണ് എങ്ങും. ദൂരെ അതിരുമലയിൽ സ്വപ്നം പോലെ കോടമഞ്ഞിന്റെ ഒഴുക്ക്. ഇനി സഹ്യപുത്രന്മാരുടെ വാസസ്ഥലമായ ഈറ്റക്കാട്ടിലൂടെയാണ് യാത്ര. അപകടം നിറഞ്ഞ യാത്ര അവസാനിക്കുന്നത് ഈ മനോഹര കാഴ്ചയിലേക്ക്. പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവാണ് ഓരോ കാടിയാത്രയും. അതുതന്നെയാണ് യഥാർത്ഥ ജീവിത ദർശനവും. കോട്ടൂർ കാർലക്കോട് വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ സി വിനോദിനൊപ്പം VS അനു, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് സംഘടനകളുമായി നീക്കുപോക്കാകാമെന്ന മുസ്ലിം ലീഗ് സർക്കുലർ. ആവശ്യമായ ഇടങ്ങളിൽ പൊതു സ്വതന്ത്രരും ജനകീയ മുന്നണിയുമാവാം. 3 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകരുതെന്നും യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാതിനിധ്യം നൽകണമെന്നും സർക്കുലറിൽ പറയുന്നു. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ട്രിക്റ്റ് UDF എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ UDF പുറത്തുള്ള സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ അതുപോലുള്ള ബാക്കിയുള്ളവർ ഒക്കെ ആയിട്ട് സഹകരിക്കുന്ന ചുറ്റുപാട് ചിലപ്പോൾ വന്നേക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്,
മുസ്ലിം ലീഗ് ഒരു വിശാല നിലപാടാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കുലറിൽ പറയുന്നത്? അശ്വതി, ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില നിലപാടുകളുമാണ് ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം മുസ്ലിം ലീഗിന് UDF-ന് പുറത്തുള്ള രാഷ്ട്രീയ സംഘടനകളുമായി ചില നീക്കുപോക്കുകൾക്ക്, ധാരണകൾക്ക് മുസ്ലിം ലീഗ് ഇപ്പോൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ഒരു സഖ്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധ്യമാകുന്നിടങ്ങളിലെല്ലാം അത്തരത്തിലൊരു സഖ്യം, പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു മുൻകൈ എടുക്കുന്നു, വെൽഫെയർ പാർട്ടിയുമായി ഒരു സഖ്യത്തിന് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വെൽഫെയർ പാർട്ടി വളരെ സജീവമായി UDF-ന് അനുകൂലമായി UDF-ന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ അവർ ഒരുമിച്ച് ഒരു മുന്നണി സംവിധാനത്തിലേക്ക് വന്നില്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് വരുന്നില്ലെങ്കിൽ കൂടി വെൽഫെയർ പാർട്ടിയുമായി അത്തരം ഒരു സഖ്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന് സംസ്ഥാന ലീഗിന്റെ മുതിർന്ന നേതാവ് TK കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കുകയാണ്. ഇത് കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, ഈ സർക്കുലറിലും പറയുന്നുണ്ട്. അതായത് UDF-ുമായി സഹകരിച്ചു പോകാവുന്ന, തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് ആവശ്യമായ നീക്കുപോക്കുകൾ നടത്താവുന്നതാണ്. ആവശ്യമുള്ളിടത്ത് പൊതുസമ്മതിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നിർത്താവുന്നതാണ്. നമുക്ക് അതായത് മുസ്ലിം ലീഗിന് സഹകരിക്കാൻ പറ്റുന്ന പ്രത്യേക വിഭാഗങ്ങളുമായോ സംഘടനകളുമായോ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാവുന്നതാണ് എന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ രാഷ്ട്രീയ ഒരു നീക്കുപോക്കുകൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായ സൂചനയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഇറക്കിയ സർക്കുലറിലും TK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയിലും വ്യക്തമാകുന്നത്. ശരി, മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചി ചെല്ലാനത്തെ ജിയോ ട്യൂബ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം വീണ്ടും അനിശ്ചിതത്വത്തിൽ. കടൽഭിത്തി നിർമ്മിക്കാനെത്തിച്ച ഡ്രഡ്ജറിന് ഇന്നലെയുണ്ടായ കടൽക്ഷോഭത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതോടെയാണ് നിർമ്മാണം വീണ്ടും അനിശ്ചിതത്വത്തിലായത്. പാതിവഴിയിൽ നിന്നുപോയ ജിയോ ട്യൂബ് കടൽഭിത്തി നിർമ്മാണം പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പുനരാരംഭിക്കുകയായിരുന്നു. ഇതിനായി ഡ്രഡ്ജറും എത്തിച്ച് നങ്കൂരമിട്ട് നിർത്തി. എന്നാൽ ഇന്നലെയുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ 150 മീറ്റർ അകലെ നങ്കൂരമിട്ട് നിർത്തിയ ഡ്രഡ്ജർ ചങ്ങല പൊട്ടി തീരത്തെത്തി. കടൽക്ഷോഭത്തിൽ ഡ്രഡ്ജറിന് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. ഇതോടെയാണ് നിർമ്മാണ പ്രവൃത്തി വീണ്ടും അനിശ്ചിതത്വത്തിലാവുന്നത്. ഇവിടെ ഇനിയും ഡ്രഡ്ജിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ വർഷത്തെ ഡ്രഡ്ജിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആളുകൾ കടലിൽ കയറുന്ന ഒരു വിഷമം കൊണ്ടാണ് ആളുകൾ പറയുന്നത് അടിയന്തരമായിട്ട് ജിയോ ട്യൂബ് തന്നെ നിറച്ചു വെക്കണമെന്ന് പറയുന്നത്. കരിങ്കൽ ക്ഷാമം കണക്കിലെടുത്താണ് പകരം ആധുനിക രീതിയിലുള്ള ജിയോ ട്യൂബ് കടൽഭിത്തി നിർമ്മിക്കാൻ തീരുമാനമെടുത്തത്. എന്നാൽ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരന് ജിയോ ട്യൂബ് നിറയ്ക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങളില്ലാത്തതിനാൽ ഇത് നിലച്ചു. തുടർന്ന് കരാറുകാരനെ മാറ്റി. കരാറുകാരൻ കോടതിയെ സമീപിച്ച് കരാർ കാലാവധി നീട്ടിവാങ്ങി. എന്നാൽ തുടർന്നും ഉപകരണങ്ങളുടെ കുറവ് മൂലം ജോലികൾ നടത്താൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് പുതിയ കരാർ നൽകിയത്. പുതിയ കരാറുകാരന് ലോക്ക്ഡൌൺ വിനിയായി. ലോക്ക്ഡൌൺ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വീണ്ടും സമരം ആരംഭിച്ചിരുന്നു. ഇതോടെയാണ് ഡ്രഡ്ജർ എത്തിച്ച് പണി പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് 18 കൊച്ചി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വേഗത്തിൽ കാണാം. നമസ്കാരം.